ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ളൊരു കുക്കിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഫാമിലിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ആ ദിവസങ്ങളിലെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവർ സൗദിയിലെത്തിയിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ അവർ ഉള്ള ദിവസങ്ങളിലുള്ള വീഡിയോസാണ്, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദോശയും ചട്നിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ്. പക്ഷേ ജിമ്മിൽ പോയി വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ കൊച്ചിക്കോയ ഒന്ന് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അവലും തേങ്ങാപ്പാലും പഴവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ദോശയും ചമ്മന്തിയും തലേദിവസം സാമ്പാറും ഒക്കെ ആയിട്ട് അതും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പക്ഷെ കൊച്ചിക്കോയ ഇത്താത്ത മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഇക്കാക്കും പിന്നെ മോൾക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം മധുരമാണല്ലോ. അവർ ടേസ്റ്റ് ചെയ്തുമില്ല. കാരണം ദോശയൊക്കെ ഉള്ളതുകൊണ്ട് അവരത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ കുറച്ച് തിക്കായി പോയിട്ട് തേങ്ങാപ്പാൽ കുറച്ച് കുറവായിരുന്നു. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയും പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ സെർവ് ചെയ്തത്. ഇത്താത്ത വരണ സമയത്ത് പറഞ്ഞു ഒന്നും കുക്ക് ചെയ്യണ്ട, നമുക്ക് വെറുതെ സംസാരിച്ചിരിക്കുക, ഫുഡൊക്കെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ദിവസം പോലും ഒരു 10 മിനിറ്റ് മിണ്ടി ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിട്ട് അങ്ങനെ പോയി. എന്നാലും ഒരുമിച്ച് നിൽക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടാണ്. നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നൈറ്റും നമ്മളുടെ കസിനും അവളുടെ ഹസ്ബൻഡും വരുന്നുണ്ട് കേട്ടോ. അളിയനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി ലഞ്ചിനും ഡിന്നറിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ഫുഡ് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അടിപൊളി വൈബാണ് കേട്ടോ. കിച്ചണിൽ നമ്മുടെ റേഡിയോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. നാട്ടിൽ ചെല്ലണ സമയത്ത് നമ്മൾ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഉമ്മയാണ് കൂടുതലും കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഉമ്മച്ചിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആൾക്ക് കിച്ചണിൽ കയറാനൊക്കെ മടിയാണ്. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് അങ്ങനെ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഉമ്മ തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും കുക്ക് ചെയ്യൽ. നാട്ടിൽ ചെന്നാൽ പൊതുവേ അറിയാമല്ലോ, ഒരു മടിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാനൊക്കെ കിച്ചണിൽ എൻ്റെ വീട്ടിൽ ചെന്നാൽ കയറാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഗൾഫിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണെങ്കിലും ഉമ്മ തന്നെയായിരിക്കും എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യലും പരിപാടിയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ ചെന്നപ്പോഴാണ് കേട്ടോ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാൻ കയറിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് തന്നെ കിച്ചണിലൊരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് അങ്ങനെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ മെനു ഗീ റൈസും ബീഫും, പിന്നെ നോർമൽ റൈസ്, മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ, പിന്നെ ചിക്കൻ മുളകിടിച്ചത്, നോർമൽ ചോറും വെക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉച്ചക്കലത്തെ പണികൾ. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഓൾറെഡി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വന്ന ആൾക്കൊരു കൊതി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി വെന്ത് വന്നു. അതിലേക്ക് തേങ്ങയുടെ അരപ്പും ഒഴിച്ചു, തൈരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കടുകിട്ട് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബീഫ് ഞാൻ ഓൾറെഡി എല്ലാം കൂടി തിരുമ്മി അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഒരു 1.5 കിലോ പാകിസ്ഥാനി ബീഫ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് എല്ല് കൂടുതലായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് ബീഫ് വാങ്ങിക്കാനായിട്ട് അറിയില്ല. ഇക്ക തന്നെ പോയി വാങ്ങിച്ചാലേ നമുക്കിവിടെ നല്ല ബീഫ് കിട്ടുള്ളൂ. ഞാൻ എപ്പോൾ വാങ്ങിച്ചാലും ഫ്ലോപ്പായിരിക്കും. ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ല് കുറച്ച് കൂടിപ്പോയി. എനിക്ക് വിത്ത് ബോണാണ് ഇഷ്ടം. അപ്പോൾ വിത്ത് ബോൺ എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ബോൺസ് അവർ ആഡ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ചിക്കൻ മുളകിടിച്ചതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ റേഡിയോയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് എല്ലാ മസാലയൊക്കെ കൂടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിരുമ്മി ആണ് വേവിച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ വേവിച്ചതൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ചതമുളകും ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതാണ് നമ്മുടെ ചിക്കൻ മുളകിടിച്ചത്. അങ്ങനെ അതും അവിടെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ സാമ്പാർ ഓൾറെഡി
പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടി കുക്കറിൽ ഒരുമിച്ചാണ് കേട്ടോ വേവിച്ചത്. പുളിയും എല്ലാം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയും അത് കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം ഇപ്പോൾ പാനിൽ കണ്ട പോലെ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ പാനിൽ കടുക് പൊട്ടിച്ചിട്ട് അതിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വേവിച്ച പരിപ്പും വെജിറ്റബിൾസൊക്കെ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പുതിയതായിട്ട് കാണുന്ന കുക്ക് വെയറൊക്കെ ഇത്താത്ത കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് 4 എണ്ണമായിട്ട് ഒരു സെറ്റായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഫുഡെല്ലാം കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗസ്റ്റും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ നെയ്ച്ചോറായിട്ടുണ്ട്, ചിക്കൻ മുളകടിച്ചതായിട്ടുണ്ട്, ബീഫായിട്ടുണ്ട്, പിന്നെ നോർമൽ റൈസും സാമ്പാറും മാമ്പഴ പുളിശ്ശേരിയും എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും നാടൻ നോർമൽ റൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ തന്നെയാണ് എല്ലാവരും എടുത്തത്. ഇന്നത്തെ നമ്മളുടെ അടിപൊളി ലഞ്ച് അങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറിട്ടു, സാമ്പാർ ഒഴിച്ചു, പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ചാറൊക്കെ ഒഴിച്ചു. അവൾക്ക് പീസ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ മുളകിടിച്ചത് അത് ഒരു പീസ് ഇട്ടു. പിന്നെ ഇത്താത്ത വന്നപ്പോൾ എനിക്ക് ഇരുമ്പുളി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. നമ്മളുടെ വീട്ടിൽ വരാറുള്ളൊരു ഇട്ടതാണ്. ഉമ്മ കൊടുത്തയച്ചതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഇത് കുറച്ചും കൂടി ഉണക്കിയ ടൈപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ അച്ചാർ. അതും പിന്നെ ബീഫും ഈ നോർമൽ റൈസിൻ്റെ കൂടെ തന്നെ കഴിച്ചിത്താത്ത നെയ്ച്ചോറും ബീഫും ചിക്കനൊക്കെ കൂടിയാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും നോർമൽ റൈസാണ് കഴിച്ചത്. എന്നിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി വരാമെന്ന് പറഞ്ഞ ഗസ്റ്റ് ഉണ്ടല്ലോ, അവളും ഹസ്ബൻഡും കൂടിയിട്ടൊക്കെ വന്ന് നമ്മളും കുറച്ച് നേരം പാർക്കിലിരുന്നു കേട്ടോ. ശേഷം രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഉച്ചയ്ക്കുണ്ടായ ഫുഡൊക്കെ തന്നെയായിരുന്നു. പിന്നെ എക്സ്ട്രാ ഒന്ന് 4 സ്ക്വയറിലെ പാൽ പൊറോട്ട ഇവിടെ ഭയങ്കര ഹിറ്റായിട്ട് അതൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു നമ്മളുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഒരു കുക്കിംഗ് വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ മുളകടിച്ചത് ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കുക്കിങ്ങും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.